അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ. ഞങ്ങൾ പുറത്തടുപ്പിലാണ് പാചകമൊക്കെ ചെയ്തത്. കുറേ ചിരട്ടയും ഇച്ചിരി വിറകൊക്കെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് പുറത്തടുപ്പിൽ ഞങ്ങൾ സെറ്റ് ചെയ്ത് ഞാനും മക്കളുമായിരുന്നു. ഇപ്പോൾ സഹായത്തിന് അനന്തും ഉണ്ടായിരുന്നു, പിന്നെ മോളുണ്ടായിരുന്നു. അപ്പം കുറച്ച് ചക്ക ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു, അന്ന് എടുത്തതിൻ്റെ ബാക്കി കേട്ടോ. അപ്പോൾ അതും പിരിച്ച് ചാളയുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചാളക്കറിയും വെച്ച് ചക്കയും വേവിക്കാനായിരുന്നു കേട്ടോ പ്ലാൻ. പിന്നെ ഇന്നലത്തെ രസം ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചിരട്ടയൊക്കെ കൊണ്ടിട്ട് തീയൊക്കെ പിടിപ്പിച്ച് ചോറൊക്കെ അതിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പേരയിലിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ചായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ചക്ക അവളെ അരിഞ്ഞ് പറക്കി തന്നു. പിന്നെ മിക്സിയിൽ അരപ്പും റെഡിയാക്കി വെളിയിൽ തന്നു. അപ്പം ഞങ്ങൾ പിന്നെ മീൻകറിയും വെച്ചിട്ട് ചക്ക അടപ്പിൽ വെച്ച് വെള്ളവും തിളപ്പിച്ചിട്ട് ചക്ക അടപ്പിൽ വെച്ചു. ചക്ക അധികം വിളഞ്ഞല്ലായിരുന്നു. അപ്പം ഇച്ചിരി ചൂടല്ലേ, അപ്പം നല്ലപോലെ പെട്ടെന്ന് വേവത്തില്ല, ഇച്ചിരി താമസം ഉണ്ടല്ലോ വേവാൻ. അങ്ങനെ നന്നായിട്ട് കുഴച്ച് ഇടിച്ചൊക്കെ എടുത്ത് നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തുടങ്ങിയതാണ്, 10 മണിക്ക് തുടങ്ങിയ പാചകമാണ്. നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്കയും വേവിച്ച് വെച്ച് പിന്നെ ഒരു ഇലയൊക്കെ വെട്ടിക്കൊണ്ട് വന്നായിരുന്നു, ഇലയിൽ കഴിക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. അന്നേരം പിന്നെ ഇലയുടെ കുറവ് കാരണം പിന്നെ വിശപ്പും ഇതായിരുന്നു, ഒരു ഇലയേ ഉള്ളായിരുന്നു. അങ്ങനെ പിന്നെ പാത്രത്തിലാക്കി. അങ്ങനെ ഇച്ചിരി മീൻകറിയും പിന്നെ രാവിലത്തെ ചമ്മന്തി ഉണ്ടായിരുന്നു ദോശയുടെ, ഇച്ചിരി ഇന്നലത്തെ രസം ഉണ്ടായിരുന്നു. അതെല്ലാം കൂട്ടി 2 പേർക്കും വാരിക്കൊടുത്ത് കേട്ടോ. 2 പേർക്കും വാരിക്കൊടുത്ത് അങ്ങനെ ചക്കയും മീൻകറിയും രസവും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ, ചക്കയും മീൻകറിയും രസവും കൂടെ. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.